ചേമ്പ് മുളകിട്ട കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് 1/2 കിലോ അളവിൽ ചെറുചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പിനായിട്ട് ഒരു 15 വറ്റൽമുളക് നമുക്കൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. ഇനി വേണ്ടത് 15 കൊച്ചുള്ളിയും 1 പിടിയോളം വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 2 തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളകുമാണ്. ഇത്രയും ചേരുവകൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. ചൂടുവെള്ളത്തിൽ കുതിർത്തിയെടുത്ത മുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ടും. അതിനുശേഷം കറി തയ്യാറാക്കി എടുക്കാനുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളക് കൂടെ ചേർക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് മുരിഞ്ഞു കിട്ടണം, അതുവരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചേമ്പ് നല്ലതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ വഴറ്റുന്ന ചേരുവകളൊക്കെ ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലേക്ക് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം അരച്ചെടുത്തിട്ടുള്ള മുളകാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതും. മുളക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കണം. മുളകിന്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടണം, അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. ഈ സമയത്ത് നമ്മുടെ കറിയിലേക്ക് ഒരു നുള്ളു ഉലുവ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഉലുവപ്പൊടിയും ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. 2 മിനിറ്റ് നേരം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ടും. അങ്ങനെ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പ് നല്ല പോലെ തന്നെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു പരുവമായാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പിൻ കഷ്ണങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതും. ഇനി കഷ്ണങ്ങളും അരപ്പും കൂടി ചേർത്തിട്ട് വേണം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടും. കഷ്ണങ്ങളിലേക്ക് മുളക് മുഴുവനും തന്നെ ഒന്ന് പിടിച്ചു കിട്ടണം. അതിനായിട്ട് ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം കഷ്ണങ്ങൾ വെന്തുവരാൻ ആവശ്യമായ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടതും. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കറി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് വെട്ടി തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ കറിക്ക് ആവശ്യമായ കുടംപുളിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ കറിയിലേക്ക് അധികം കുടംപുളിയുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല. 2 ചെറിയ കഷ്ണം മാത്രം ചേർത്ത്